ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ഒപ്പീനിയൻ എന്നുള്ളൊരു ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻസ് ആണുള്ളത്. ഒന്ന് മോഡിഫൈഡും ഒന്ന് അൺമോഡിഫൈഡും. ഈ അൺമോഡിഫൈഡിൽ പെടുന്ന ഒന്നാണ് അൺക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫേർട്സ് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയുന്നത്. അതായത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കി ഓഡിറ്റിങ് ചെയ്ത് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇത് ട്രൂ ആൻഡ് ഫെയർ ആണെന്നാണെങ്കിൽ അതിന് പറയുന്ന ഒപ്പീനിയൻ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയും. ഇനി മോഡിഫൈഡ് ഒപ്പീനിയൻ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അഡ്വേഴ്സ്, ക്വാളിഫൈഡ്, ഡിസ്ക്ലെയിമർ. അതിൽ അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് നോട്ട്. സോ എഫേർട്സ് ഈസ് നോട്ട് ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുന്നതാണ് അഡ്വേഴ്സ്. എന്നാൽ ക്വാളിഫൈഡ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ ആണ് എക്സെപ്റ്റ് സംതിങ്. ചില കാര്യം ഒഴിച്ചാൽ ഇത് ട്രൂ ആൻഡ് ഫെയർ ആണ്, ഈ ഒരു കാര്യം ഒഴിച്ചാൽ ഇതിൽ സത്യസന്ധത പൂർണ്ണമായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റാണ് കാര്യങ്ങൾ എന്നുള്ളത് പറയുന്നതിനെ നമ്മൾ ക്വാളിഫൈഡ് എന്ന് പറയും. ഇനി ഡിസ്ക്ലെയിമർ എന്നുദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ലാക്ക് ഓഫ് ഓഡിറ്റ് സാമ്പിളിങ് അല്ലെങ്കിൽ എവിഡൻസ് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഡിസ്ക്ലെയിമർ എന്ന് പറയും. സോ അതാണ് അതിൻ്റെ ഒരു ടോപ്പിക്. പിന്നെ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞ സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പോലെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ പറയുന്ന പോലെ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് എ പ്രോസസ് ഡിസൈൻഡ്, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ആൻ എൻറ്റിറ്റീസ് മാനേജ്മെൻറ്റ്, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആൻഡ് അതർ പേഴ്സണൽ, ഡിസൈൻഡ് ടു പ്രൊവൈഡ് എ റീസണബിൾ അഷുറൻസ് that an entity will achieve its objective relating to compliance with applicable law and regulation, efficiency and effectiveness of operation and reliability of the financial reporting. അതായത് നമുക്ക് ഒരു എക്സ്റ്റേണൽ കൺട്രോൾ, ഇൻറ്റേർണൽ കൺട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റും ചെയ്യുന്നതും നമ്മുടെ മാനേജ്മെൻറ്റും ദോസ് ചാർജ് വിത്ത് ഗവർണൻസും അതേപോലെ പേഴ്സണൽസും അതായത് എംപ്ലോയീസും ഇവരെല്ലാവരും കൂടിയിട്ടാണ് അത് മാനേജ് ചെയ്യേണ്ടത്. അതിൻ്റെ അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു റീസണബിൾ അഷുറൻസ് കൊടുക്കണം. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കംപ്ലയൻസ് വിത്ത് ആപ്ലിക്കബിൾ ലോ ആൻഡ് റെഗുലേഷൻ, നിയമങ്ങൾക്കും അതുപോലെ തന്നെ റെഗുലേഷൻസിനൊക്കെ ഉള്ള കൂടെ നിൽക്കും എന്നുള്ളതും, അതുപോലെ നമ്മുടെ ഓപ്പറേഷൻസും വളരെ എഫക്റ്റീവും എഫിഷ്യൻറ്റുമായ വേയിൽ പോകുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിലയബിലിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് നമ്മൾ റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഈ പറയുന്ന 3 പേരും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം സാധാരണയായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ ഓഡിറ്റിങ്ങുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു റിസ്ക് ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടർ കുറയും എന്നുള്ളതാണ്. ഇൻറ്റേർണൽ കൺട്രോൾ നല്ല എഫിഷ്യൻറ്റോ എഫക്റ്റീവായ രീതിയിലുണ്ടെങ്കിൽ, നല്ല ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ റിസ്ക് കുറയും. റിസ്ക് എന്ന എലമെൻറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഓഡിറ്റിങ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും എന്നേ ഉള്ളൂ. ഒരിക്കലും ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചുകൂടെ സ്മൂത്ത് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും, ഒരുപാട് മിസ്റ്റേക്സും അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് അതിലില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റത്തെ ഒരു സ്റ്റാൻഡേർഡ് ISA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് അക്കൗണ്ടിങ് അല്ല, ഓഡിറ്റിംഗ് 210 അഗ്രീയിങ് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻ്റ് എന്നാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണ്, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് നമ്മളും നമ്മുടെ ക്ലയൻറ്റുമായിട്ട്. അപ്പോൾ അതൊരു ഓഡിറ്റ് എൻഗേജ്മെൻ്റ് ആണ്. ആ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തെ കാര്യമാണ് പ്രീ കണ്ടീഷൻസ് ഫോർ ആൻ ഓഡിറ്റർ ആർ പ്രസൻറ്റ്. ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് പ്രസൻ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം കൺഫേമിങ് ദാറ്റ് ദർ ഇസ് എ കോമൺ അണ്ടർസ്റ്റാൻഡബിലിറ്റി ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് മാനേജ്മെൻറ്റ് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ്. നേരത്തെ പറഞ്ഞ മാനേജ്മെൻറ്റും ദോസ് ചാർജ് വിത്ത് ഗവേണൻസും അതുപോലെ ഓഡിറ്ററുമായിട്ടുള്ള അത് കോമൺ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ പ്രീ കണ്ടീഷൻ ഫോർ ആൻ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, FS പ്രിപ്പയർ ചെയ്യുന്നത് ആപ്ലിക്കബിളായ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡോ ഫ്രെയിംവർക്കോ യൂസ് ചെയ്തിട്ടാണെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു എറർ ആൻഡ് ഫ്രോഡ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടാവണം. പിന്നെ ഓഡിറ്ററിന് എല്ലാ ഇൻഫർമേഷൻസും
കിട്ടണം. ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻസ്. അതുപോലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും, എല്ലാത്തിനും ഉപരിയായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടണം. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു പേഴ്സൺസ്. ഇത്രയും പോയിൻറ്റ്സ് ആണ് ആ പ്രീ കണ്ടീഷൻസ് എന്നതിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ആൻഡ് എനി ഓഫ് ദിസ് ഈസ് നോട്ട് അഷ്വേർഡ്, ഓഡിറ്റർ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഡിറ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രീ കണ്ടീഷൻസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ കോമൺ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഇല്ല ഓഡിറ്ററും അവരുമായിട്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു കാര്യം അഷ്വേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്ററിന് ആ ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ദ കണ്ടീഷൻ വെൻ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് റെസ്ട്രിക്റ്റിംഗ് സം ആക്ടിവിറ്റീസ്. ചില ആക്ടിവിറ്റീസ് നമ്മളോട് പറയാം അത് നിങ്ങൾ ചെയ്യരുത്, അത് നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാതിരിക്കാം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് ട്രൂ ആൻഡ് ഫെയർ അല്ലെന്ന്. സോ അപ്പോഴും നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ നമ്മുടെ മേലുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അതിൽ എന്തായാലും പ്രീ കണ്ടീഷൻസ് പ്രസൻ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആ ഓഡിറ്റിൽ നമ്മൾ എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് IAS 210 വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നേരത്തെ ഇപ്പോൾ IAS 210 അല്ലെങ്കിൽ IAS ഇപ്പോൾ പറയാൻ പോകുന്ന 320 ഇതൊന്നും കാണാപ്പടം പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓഡിറ്റിംഗ് എന്ന പേപ്പറിൻ്റെ അകത്ത്. സിംപ്ലി നമുക്ക് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇതൊന്നും കാണാപ്പടം പഠിക്കേണ്ട, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയാലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് പെർഫോമിങ് ആൻ ഓഡിറ്റ്. അപ്പോൾ a item is material if its omission or misstatement would reasonably influence decision taken by a user of FS. ശരിക്കും മെറ്റീരിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ അല്ലയോ. കാര്യമാണെങ്കിൽ നമ്മളതിൽ മെറ്റീരിയാലിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ എന്ന് പറയണമെങ്കിൽ ഒരു ഒമിഷനോ അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെൻറ്റോ കാരണം റീസണബിളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു യൂസറിൻ്റെ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ മെറ്റീരിയലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 1,00,000 രൂപയുടെ സെയിൽസ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കാറില്ലേ ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്കിപ്പോൾ ഒരു 10,000 നമ്മളറിയാതെ എഴുതാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു കേസും ഉണ്ട്. പിന്നെ 1 million കിട്ടുന്നിടത്ത് 1 lakh അല്ലെങ്കിൽ എന്താ പറയുക ഒരു 50,000, 1 million കിട്ടുന്നിടത്ത് ഒരു 50,000 പോയി, അറിയാതെ എഴുതാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് അതൊരു വലിയ ഫാക്ടർ ആയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ 1 million ഉള്ളിടത്ത് അതിൽ ഒരു 3 lakh 8 lakh അങ്ങനെ ഒരു എമൗണ്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു 5 lakh ഒക്കെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ വാല്യുവേഷൻ നടത്തിയപ്പോൾ അത് മിസ്റ്റേറ്റ്മെൻ്റ് ആവുമോ അത് ഒമിഷൻ ആവുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും ഒരു യൂസറിനെ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ എന്ന് പറയും, അതിനകത്തൊന്നും നമ്മൾ എടുക്കില്ല. പിന്നെ മിസ്റ്റേറ്റ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വാല്യൂ മാത്രമല്ല. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒരു വാല്യൂ ആണ്, പക്ഷേ വാല്യൂ മാത്രമല്ല അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണെന്നും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും നമ്മളത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ പ്ലാനിങ് മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ മെറ്റീരിയാലിറ്റി ദാറ്റ് ഹാവ് ബീൻ ഡിസൈഡഡ് ഫോർ ദ FS ആസ് എ ഹോൾ. FSനെ മൊത്തത്തിൽ നോക്കുമ്പം മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ളതിനെ പ്ലാനിങ് മെറ്റീരിയാലിറ്റി എന്നും, അതുപോലെ ഒരു പർട്ടിക്കുലർ കേസ് ഒരു ട്രാൻസാക്ഷൻ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി എന്ന് പറയും. അതിൽ പ്ലാനിങ് മെറ്റീരിയാലിറ്റി നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ട അല്ലെ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഇത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെങ്കിൽ ലോവസ്റ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 5% ആണ്, കൂടുതലാണെങ്കിൽ 10% ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 0.5% ആണ്. പിന്നെ അപ്പർ ലിമിറ്റ് 1%. റവന്യൂ ആണെങ്കിലും 0.5% ടു അപ്പർ ലിമിറ്റ് 1. ടോട്ടൽ അസറ്റ് ആണെങ്കിൽ 1% to 2. നെറ്റ് അസറ്റ് ആണെങ്കിൽ 2% to 5. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ 5% to 10. അതിൽ ഈ അപ്പർ ലിമിറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ ലോവർ ലിമിറ്റുകളാണ്. അത് നമ്മൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? യെസ്, ഈ ബെസ്റ്റ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഏതാണോ അതായിരിക്കും മെറ്റീരിയാലിറ്റി കറക്റ്റാണെന്ന് പറയാൻ പറ്റുക. വലിയ എമൗണ്ടിനെ അത് വേസ്റ്റ് മെറ്റീരിയാലിറ്റി എന്നാണ് പറയുന്നത്. അത് ഓൺ ദ ബേസ് ഓഫ് ദിസ് ബെഞ്ച് മാർക്കാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ്ലി മനസ്സിലാവുക.
അതെങ്ങനെയാണ് 5 മാർക്കിൻ്റെ കാര്യമൊക്കെ വരികയാണ്. പിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ മെറ്റീരിയാലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ട്രെയിനിങ്, നോളജ്, എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ കാൽക്കുലേഷൻസും അല്ലെ മെറ്റീരിയാലിറ്റിയുടെ എസ്റ്റിമേഷനൊക്കെ നടത്തുന്നത്. പിന്നെ മെറ്റീരിയാലിറ്റി മസ്റ്റ് റിവ്യൂഡ് ത്രൂ ഔട്ട് ദി ഓഡിറ്റ് ആൻഡ് റിവ്യൂഡ് ഇഫ് നെസസറി. നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും മസ്റ്റാണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചെറിയ വേർഡിങ്സ് ഒക്കെ SCCയിൽ നമുക്ക് റോങ് ആൻസേഴ്സൊക്കെ ആയിട്ട് നമ്മളത്ര ശ്രദ്ധിക്കില്ല. മസ്റ്റ്, ഷുഡ് അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ എന്നുള്ള ചില വേർഡ്സുകൾ കാരണം നമുക്ക് ആൻസേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആൻസേഴ്സ് തെറ്റിപ്പോവും. അപ്പോൾ ഇവിടെ പറയുന്നത് മസ്റ്റാണ്. എനി അല്ലെങ്കിൽ ഇപ്പം നേരത്തെ ലീഫ് എനി ഓഫ് ദിസ്, ഇഫ് ഓൾ ഓഫ് ദിസ് എന്ന് വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അല്ല, അവിടെ എനി ഓഫ് ദിസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെറ്റീരിയാലിറ്റി മസ്റ്റ് റിവ്യൂഡ് ത്രൂ ഔട്ട് ദി ഓഡിറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിവൈസും ചെയ്യണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇൻറ്റേർണൽ കൺട്രോൾ സ്ട്രോങ് ആണെങ്കിൽ FSും സ്ട്രോങ് ആയിരിക്കും. ദാറ്റ് ഈസ് അവർ അസംഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്ന അസംഷനാണ്. അത് ഡേ 4th ക്ലാസ്സിലെടുക്കും. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. യെസ് ഗൈസ്, പിന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ ഹാമ്പർ സെറ്റിൻ്റെ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ കലണ്ടേഴ്സും ഫോട്ടോ കലണ്ടേഴ്സ് A5 സൈസിൻ്റെ ഫോട്ടോ കലണ്ടേഴ്സും ചെയ്യുന്നുണ്ട്. 399 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ തേടി വള്ളി കാലെ ചുറ്റി എന്ന് പറയാറില്ലേ, അങ്ങനെ ഒരു ഹാമ്പർ സെറ്റാണ് എനിക്കിത്. കാരണം ഞാൻ വാംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്ന ഓർഡർ ഒരു ഗിഫ്റ്റ് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുത്തൊരു ഐഡിയ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്നും 2-3 പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുത്തു. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സസാണ് വേണ്ടത്, നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതുവരെ ചെയ്തതിലൊന്നും തന്നെ സ്റ്റിച്ചിങ് ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല. ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാറാണ്. അതേപോലെ ഈ ഒരു കലണ്ടർ നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോ കലണ്ടേഴ്സോ സ്റ്റിച്ച്ഡ് ആയ ഐറ്റംസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ നമ്മളൊരു ഹാമ്പർ സെറ്റായിട്ട് ഫുൾ സെറ്റാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഗിഫ്റ്റ് കാർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം.